അതെ. ആ എന്താ കാര്യം? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്ങോട്ടാ പോകുന്നത്? ഇവിടെ വെള്ളം കിട്ടില്ല. വെള്ളം അന്വേഷിച്ചോ? ഈ സ്ഥലത്ത് എങ്ങനെ വെള്ളം കിട്ടാനാ? പുറപ്പെട്ടിട്ട് 1 മണിക്കൂർ പോലും ആയില്ല, അതിനു മുൻപ് ദാഹം തുടങ്ങി. ഞാൻ ആകെ ദാഹിച്ച് വലഞ്ഞിരിക്കുക. ഞാൻ വെള്ളം അല്ലാണ്ട് വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അയ്യോ, ഇത് വല്ലാത്ത പ്രയാസമാണല്ലോ. ആ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നോക്കിയേ, തൊണ്ട വരെ വറ്റി വരണ്ടു. നിങ്ങൾ എന്താ ഈ കാണിക്കണേ? വെള്ളം ദാഹിക്കുന്നു. സോറിയോ? അതിന് ഞാൻ അമൃതെന്നല്ലോ ചോദിച്ചത്. വായടച്ചൊന്നും മിണ്ടാതിരിക്കണ്ടോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്നൊന്ന് നോക്ക്. മുത്തശ്ശി, കുറച്ച് വെള്ളം തരുമോ? ദൈവമേ, അപ്പൊ എനിക്കോ? എന്തോന്ന്? വെള്ളം. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയല്ല. നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ വിലങ്ങൊന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞാൻ പോയി കുടിച്ചേനെ. എനിക്ക് അത്രയും സ്നേഹമൊന്നുമില്ല. നിങ്ങളെ അഴിച്ചു വിട്ടാലേ നിങ്ങൾ ഓടിക്കളയും. ഓ ദൈവമേ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എന്ത് ചെയ്യാനാ? പ്ലീസ്. ഇങ്ങനെ ഒരു കിഴങ്ങൻ തന്നെ ഞാൻ ശരിയാക്കി തരാടോ. വെള്ളത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? അല്ലല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞതാ. എനിക്കൊരു സംശയം. ഇവളോട് ഇനി മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഞാനൊന്നും കണ്ടില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ആൻഡ് സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ മാഡം ആൻഡ് സാർ. ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ നേരം കിട്ടിയില്ല. ഓക്കെ, ലഞ്ച് റെഡി മാഡം ആൻഡ് സാർ. നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ മാഡം ആൻഡ് സാർ എന്ന് പറയുന്നേ? ഞാൻ എല്ലാരും ഒരുപോലെ കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം മാഡം പിന്നെ സാർ എന്ന് പറയുന്നത്? ഐ ലൈക്ക് ലേഡീസ് സാർ. ശരി, ഇവിടെ വെച്ചിട്ട് പോക്കോളൂ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഇത്രയും പൊക്കം കുറവുള്ളതല്ലേ, പിന്നെ എങ്ങനെ ഡോറിന്റെ കോളിംഗ് ബെൽ അടിച്ചത്? അത് ഞാൻ പറയില്ല മാഡം, അത് ട്രേഡ് സീക്രറ്റാ. ഏയ് വീർ, ഞാൻ ചോദിച്ചത് എന്താ മറുപടി പറയാത്തത്? പേടിക്കണ്ട മാഡം, എനിക്കൊന്നും കാണാൻ കഴിയില്ല. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. ഹാവൂ, അപ്പൊ ഇവനൊന്നും കണ്ടിട്ടില്ല.
മാഡം ഏയ് എന്ത് വിരൽ കാണിക്കണേ?